ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബക്കിയിലത്തെ ഫിഷിംഗ് ആൻഡ് ഹെറിറ്റേജ് മ്യൂസിയത്തിലോട്ടേക്കാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ മാതിരി ബക്കി ഒരു ഹിസ്റ്റോറിക്കൽ ഫിഷിംഗ് വില്ലേജ് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ നിവാസികളുടെ എല്ലാവരുടെയും മെയിൻ സോഴ്സ് ഓഫ് വരുമാനം എന്ന് പറയുന്നത് കടലും ഫിഷിങ്ങും അതൊക്കെയായിരുന്നു. അപ്പോൾ ഇന്ന് ആ കാലം പോകുന്തോറും ഫിഷിങ്ങിൻ്റെ ആ ഒരു കൾച്ചർ ഇവിടെ കുറഞ്ഞു വന്നു. ആൾക്കാരെല്ലാം ഓയിൽ റിഗിലോട്ടേക്ക് മാറി, ബക്കിന്ന് വിട്ടിട്ട് അബർദീൻ അങ്ങനത്തെ സ്ഥലത്തോട്ടേക്ക് മാറി ഓയിൽ റിഗിനും അവൻ്റെ ജോബിന് വേണ്ടിയായിട്ട്. അപ്പോൾ ഈ പണ്ടത്തെ ട്രഡീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി ഒരു മ്യൂസിയം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മ്യൂസിയത്തിലോട്ടേക്കാണ് നമ്മളിന്ന് വരുന്നത്. കമോ. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ബക്കി ഫിഷിംഗ് ഹെറിറ്റേജിലാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഫിഷസിൻ്റെ റെപ്ലിക്കാസ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഷിപ്പ്, അതായത് സെയിലിംഗ് ബോട്ട്സ് ഉണ്ടല്ലോ, മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട്സുകൾ, അതിന് ഫസ്റ്റ് റെപ്ലിക്ക. അവിടെ നിന്ന് പിന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് സ്റ്റീം എഞ്ചിനിലോട്ടേക്ക് മാറി, അവിടെ നിന്ന് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് മോട്ടറൈസ്ഡ് ഡീസൽ എഞ്ചിൻസിലോട്ടേക്ക് മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്കൊരു വിവരങ്ങൾ ഇന്ന് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒപ്പം വന്നോളൂ, ഞാൻ കാണിച്ചത്. ആദ്യം ഇതെന്ന് പറയുന്നത് നമ്മുടെ സെയിലിംഗ് ബോട്ട്സ് ആയിരുന്നു. ഇത് കംപ്ലീറ്റ്ലി മാനുവലാണ്. അപ്പോൾ ഇനി രണ്ടാമത്തതും അത് തന്നെയാണ്. ഈ കാണുന്ന 4 മോഡൽസും മാനുവൽ ബോട്ട്സുകളാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രിഫ്റ്റേഴ്സ്, ബക്കി ഡ്രിഫ്റ്റേഴ്സ്. അപ്പോൾ ഇത് നമുക്ക് ഡ്രിഫ്റ്റേഴ്സ് അവർ കുറച്ചും കൂടി ആ സെയിലിംഗ് ബോട്ടിൽ നിന്ന് കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് അത് ലിമിറ്റഡ് ഇതായിരുന്നു, ആക്സസ് ആയിരുന്നു. അതായത് കടലിൻ്റെ കുറച്ച് ദൂരെ പോകാൻ പറ്റുള്ളൂ, ഡീപ്പ് സീയിലോട്ടേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോവാം, എത്ര കടലിൻ്റെ ഉള്ളിലോട്ട് വേണമെങ്കിലും പോകാം, ഒരു ടെൻഷനും ഇല്ല. അതുകൂടാതെ ഇതിൽ മാനുവൽ അല്ല, ഇതിൽ സ്റ്റീമാണ്. അപ്പോൾ പണ്ടത്തെ സ്റ്റീമിൻ്റെ ആ പൈപ്പായിരുന്നു ഇത്. കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് വലിയ വലിയ സ്റ്റീമിൻ്റെ പൈപ്പ്സുകളാണ് വരുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, വലുതാണ്. അതുകൂടാതെ ഇത് മോട്ടറൈസ്ഡ് ആണ്. ഇപ്പോൾ ഡീസലാകുമ്പോൾ കുറച്ചും കൂടി എഫേർട്സ് കുറയും, കുറച്ചും കൂടി വർക്ക് എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പം ഇത് കൂടാതെ ഈ ഡീസൽ വലുതായതുകൊണ്ട് ഇതിൽ ചെറിയ ചെറിയ സെയിലിംഗ് ബോട്ട്സും കൂടി ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് കൂടാതെ ഇതിനുള്ളിൽ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അതുകൂടാതെ ഇപ്പോഴത്തെ ഫിഷർമാൻസിന് എല്ലാത്തിനും ഈ ഡെസ്കിൽ ഇരുന്നിട്ടുള്ള പണികളാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഇപ്പോഴത്തെ ബോട്ട്സുകൾ. കുറച്ചും കൂടി മോട്ടറൈസ്ഡ് ആണ്. പിന്നെ ഇത് നമുക്ക് ഡെക്കിൽ വർക്ക് ചെയ്യാം. ആസ് വെൽ എസ് ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഡെക്കിൽ ആൾക്കാർക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഈ ഡെക്ക് ഫുൾ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഉള്ളിൽ ഇരുന്ന് തന്നെ ആൾക്കാർക്ക് എല്ലാ ബോട്ടിൻ്റെയും നിയന്ത്രണങ്ങളും ബോട്ടിന് എന്താ പറയുക വർക്കിംഗ് എല്ലാം നിയന്ത്രിക്കാവുന്നതാണ്. ഇതായിരുന്നു പണ്ട് ഷിപ്പിലൊക്കെ പോകുമ്പോൾ അവർ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുപോകുന്ന വുഡൻ ബാരൽ, പിന്നെ മിൽക്കിൻ്റെ ക്യാൻ. ബക്കിയിലത്തെ ലൈഫ് ബോട്ട്സ്, അതായത് ഈ ഉൾക്കടലിൽ പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർക്ക് ലൈഫ് ത്രെട്ടനിങ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ലൈഫ് ബോട്ട്സ് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് വൺ ഇപ്പോൾ ഉള്ളത്. നമുക്ക് കുറച്ചും കൂടി പഴയ ടൈപ്പുകൾ കാണാം. ഇതായിരുന്നു പണ്ടത്തത്. ഏറ്റവും ആദ്യത്തെ ലൈഫ് ബോട്ട് ആയിരുന്നു ഇത്. ലൈഫ് ബോട്ടിൻ്റെ ആ ബിൽഡിങ്, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാനുള്ള ബോട്ടിൻ്റെ ഒരു ഇതും ആക്സസ് ആണ്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നതാണ് ഇവിടുത്തെ പണ്ടത്തെ ട്രഡീഷണൽ ഡ്രസ്സ്. അതായത് നമ്മൾ കല്യാണത്തിന് ഇവിടുത്തെ പെണ്ണുങ്ങൾ, അതായത് വധു ഇടുന്ന ഡ്രസ്സിൻ്റെ ഒരു ഫോട്ടോ. പണ്ട് കല്യാണ ചെറുക്കനും ഇടുന്നത് ബ്ലാക്ക് കളർ ഡ്രസ്സാണ്. അപ്പോൾ ഇതാണ് കല്യാണ ഡ്രസ്സ്. ഇതാണ് ട്രഡീഷണൽ ഫിഷിംഗ് വുമൻ്റെ ഡ്രസ്സ്. അപ്പോൾ അവർ ഇതേ രീതിയിലുള്ള ഡ്രസ്സാണ്. ഇതാണ് നിറ്റിങ്. അപ്പോൾ ഇത് ഹസ്ബൻഡ്സിന് ബോട്ടിൽ പോകുമ്പോൾ അവർക്ക് ധരിക്കാനുള്ള സ്വെറ്ററും ഹുഡീസൊക്കെ ഉണ്ടാക്കുന്നവരുമുള്ള. ഇതാണ് ഫിഷിംഗ് ബാസ്ക്കറ്റ്. അതായത് ഇങ്ങനെ നമ്മൾ ഇത് തോളത്തിട്ടിട്ട് മീനിങ്ങനെ ക്യാരി ചെയ്യും. കീത്തിലോട്ടേക്കും അങ്ങനെ 10-20 മൈലിൽ അങ്ങനെ ഇവർ നടന്ന് കൊണ്ടുപോയി വിൽക്കുന്ന കൊട്ടയും മീനിൻ്റെ റെപ്ലിക്കാസും. ഇതാണ് ഹസ്ബൻഡ്സിന് ഷിപ്പിൽ ഈ ട്രക്കാണ് ലോഡ് ചെയ്യുന്നത്. അതായത് ഇതിൽ അവരുടെ ഹസ്ബൻഡ്സിൻ്റെ ഡ്രസ്സും എല്ലാം ഇട്ടിട്ട് അവർക്ക് ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എസെൻഷ്യലായുള്ള ഐറ്റംസ് ഇടാനുള്ള ട്രക്കുകളാണ്. ഇതൊരു പെയിൻറ്റിംഗ് ആണ്. പണ്ടത്തെ ഫിഷിംഗ് വുമൻ ഇതേമാതിരി ഷിപ്പ് കരയ്ക്ക് ഹാർബറിലോട്ടേക്ക് എത്തുമ്പോൾ അവർ വുഡൻ ബാരലിൽ മീനുകളെല്ലാം ഇറക്കിയിട്ട് അവിടെ നിന്ന് ലേലം വിളിച്ച് വിൽക്കുക. എന്നിട്ട് അവിടെ നിന്ന് കൊട്ടയിലോട്ടേക്ക് ലേലം വിളിച്ച മീനുകൾ കൊട്ടയിലാക്കിയിട്ട് അത് കൊണ്ടുപോയിട്ട് നടന്ന് കീത്തിലും കുറച്ച് ദൂരെ ആയിട്ടുള്ള പ്ലേസസിലും കൊണ്ടുപോയിട്ട് വിൽക്കുന്നു.
ഇതാണ് കുറച്ച് ചൈനീസ് കട്ട്ലറീസ്. അപ്പോൾ ഇവിടുത്തെ ട്രഡീഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ പ്രാവശ്യം ഷിപ്പിങ്ങിന് ഇങ്ങനെ കടലിൽ പോവുക, അത് കഴിഞ്ഞിട്ട് നാട്ടിലോട്ടേക്ക് ഫിഷുമായിട്ട് വരുമ്പോൾ അവരുടെ ഫാമിലിക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊണ്ടുവരുന്നതാണ് ഈ ചൈനീസ് കട്ട്ലറീസ്. അപ്പോൾ ഇവിടുത്തെ ഫിഷർമാനൊക്കെ ഒരു കടലിൽ പോയിട്ട് നാട്ടിലോട്ടേക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ അവർ കൊണ്ടുവരുന്ന ട്രഡീഷണൽ ഐറ്റംസാണ് ചൈനീസ്. അവരുടെ ട്രഡീഷനാണ് ചൈനീസ് ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരിക, എന്തെങ്കിലും വീട്ടിന് ഉപയോഗമായിട്ടുള്ള കട്ട്ലറീസും കുക്കിംഗ് ഐറ്റംസും അങ്ങനത്തതും അവർക്കൊരു സോവിനിയർ ആയിട്ട്. പണ്ട് കിട്ടിയ ഇവിടെ പണ്ടത്തെ ലൈഫ് ബോട്ട്സിലും ആർമിയിലും കിട്ടിയ മെഡൽസും ട്രോഫീസും ബാഡ്ജസും ആണ് ഇവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പണ്ടത്തെ ക്യാമറ, ഇവിടുത്തെ സ്കൂളിൻ്റെ സ്ലേറ്റ്, പ്രൈമറി സ്കൂളിൻ്റെ റിപ്പോർട്ട് കാർഡ്സ് അങ്ങനെ വരുമ്പോൾ. ഇതുകൂടാതെ ഇവിടെ യൂസ് ചെയ്തിരുന്ന കോയിൻസും അതൊക്കെ ഉള്ളതാണ്. കോയിൻസ്, ഗ്ലാസസ് അങ്ങനത്തെ എല്ലാം. ഇതാണ് ബക്കൂൾത്തെ ഹാർബർ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്ത പാർക്ക് ഏരിയയും അതെല്ലാം. അതിന് മുന്നേ ഉണ്ടായിരുന്നത് ഇതായിരുന്നു ബക്കൂൾത്തെ പണ്ടത്തെ ഹാർബറിൻ്റെ ഫോട്ടോ. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഫിഷിങ്ങിൻ്റെ വില്ലേജും അവിടുത്തെ ആർമീസ് ആൻഡ് ഫിഷർമെൻസ് അങ്ങനെ വരുന്നത് കണ്ടോ. ഇതാണ് കുറച്ച് സോവിനേഴ്സ്. ഇവിടുന്ന് സോവിനേഴ്സ് മേടിക്കാം. ഭയങ്കര ചീപ്പ് റേറ്റ്സ് ആണ്. അതായത് ഓൾമോസ്റ്റ് 1 പൗണ്ട് അത്രയൊക്കെ ഉള്ളൂ. 1 പൗണ്ട്. പിന്നെ പോസ്റ്റൽ കാർഡ് പറഞ്ഞാൽ 50 pence അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ സോവിനേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് മേടിക്കാം. അതുകൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സസ്, ഇവിടെ തൊപ്പിയും ജാക്കറ്റ്സും ഹുഡീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മേടിക്കാൻ പറ്റുന്നതായിരിക്കും. ഭയങ്കര ചീപ്പ് റേറ്റിന് കിട്ടും. അതുകൂടാതെ ഇവിടെ റൺ ചെയ്യുന്ന പ്രായമായ ആൾക്കാരൊക്കെയാണ്. ഇവർക്ക് ചെറിയൊരു വരുമാനവും പിന്നെ ഈ മ്യൂസിയം റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സഹായവും. ആദ്യം ബക്കീൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫോട്ടോസാണിത്. കുറേ കഴിഞ്ഞപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് മാറ്റി. ഇത് പണ്ടത്തെ പോർട്ട് സി, അതുകൂടാതെ ഫിൻഡുച്ചിയും പോർട്ട് നോക്കി ആൻഡ് കള്ളൻ്റെ റെയിൽവേ സ്റ്റേഷൻസ് ആയിരുന്നു. ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ കീത്തിൽ മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ. കീത്ത്, എൽഗിയിൽ. പണ്ട് ഇവിടെ ബക്കീലും പോർട്ട് നോക്കിയിലൊക്കെ റെയിൽവേ സ്റ്റേഷൻസും ഇതൊക്കെ ഉണ്ടായിരുന്നു, കള്ളൻ്റെയൊക്കെ. അപ്പോൾ ഇതായിരുന്നു ബക്കി ഫിഷിംഗ് ഹെറിറ്റേജിൻ്റെ ഒരു ചെറിയൊരു കാഴ്ചകൾ. ഇവിടെ ഈ മ്യൂസിയത്തിൽ എൻട്രൻസ് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് വിസിറ്റേഴ്സിന് എല്ലാവർക്കും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആക്സസ് ആണ്. പക്ഷെ നമ്മുടെ ഒരു കേർട്ടിസിന് വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് സോവിനേഴ്സ് മേടിക്കാം. അതല്ല ഇവിടെ നമുക്കിവിടെ കുറേ സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സസ് മേടിക്കാം, ഇവിടുത്തെ ട്രഡീഷണൽ തൊപ്പി മേടിക്കാം, അല്ലെങ്കിൽ ഡൊണേഷനായിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സോവിനേഴ്സും കിട്ടും. ഇവിടുത്തെ ഭയങ്കര ചീപ്പ് റേറ്റിന് സോവിനേഴ്സും ഫ്രിഡ്ജ് മാഗ്നറ്റ്സും കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ച് ഈ പൈസ ഇവിടുത്തെ ഡൊണേഷന് പോകുന്നതെല്ലാം ഇവിടുത്തെ ഈ മ്യൂസിയം മെയിൻ്റനൻസിനും പിന്നെ ഈ ഓൾഡ് ആയിട്ടുള്ള ആൻറ്റിക് സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ചെയ്യാനും അതായത് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടും സഹായിക്കും. ഇത് പിന്നെ അത് മാത്രമല്ല ഈ ഫിഷിംഗ് ഹെറിറ്റേജ് റൺ ചെയ്യുന്നത് കുറച്ച് പ്രായമായ ആൾക്കാരാണ്, ഓൾഡ്. അപ്പോൾ അവർക്ക് ചെറിയൊരു വരുമാനം കൂടിയാണ് ഇത്. ഹായ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി, നമ്മുടെ ഫിഷിംഗ് ഹെറിറ്റേജ് മ്യൂസിയം റൺ ചെയ്യുന്ന ആൾക്കാർ. ഹായ്, താങ്ക് യു സോ മച്ച്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബക്കിയിലത്തെ സ്ക്വയർ ആണ്. ഇതാണ് നമ്മുടെ ബക്കി ടൗണിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ക്വയർ. സിറ്റി സെൻറ്റർ എന്ന് വല്ല പറയില്ലേ, നമ്മൾ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ സിറ്റി സെൻറ്ററും സ്ക്വയർ എല്ലാം ഈ ഒരു റോഡിലോട്ടേക്കാണ് നമ്മൾ ഇവിടുത്തെ എല്ലാ ഷോപ്സും വരുന്നത്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഷോപ്സ്, ആൾക്കാർക്ക് എന്തെങ്കിലും മേടിക്കേണ്ട ഇവിടുത്തെ ബച്ചർ ഷോപ്സ്, പിന്നെ സൂപ്പർ മാർക്കറ്റ്സും ഓർഡറിങ് ഷോപ്സ്, ഹോട്ടൽസ്, അതെല്ലാം ഇവിടെയാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ബക്കിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇവിടുത്തെ സ്ക്വയറിൻ്റെ നമ്മുടെ ലണ്ടനത്തെ
ബിഗ് ബെൻ എന്ന് പറയില്ലേ, അതേമാതിരി അതിൻ്റെ ഒരു ചെറിയ വേർഷൻ. ഇവിടെ ഇതാണ് മെയിൻ സെൻറ്റർ. ഇവിടെ കുറച്ച് സ്റ്റാച്ചു ഉണ്ട്. പിന്നെ ഇതാണ് ബക്കി, വെൽക്കം ടു ബക്കി. ഇതാണ് ഇവിടുത്തെ സ്ക്വയർ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബക്കിയിലത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ആയ സിംസൺസ് ഐസ്ക്രീം കടയാണ്. ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ട്രഡീഷണൽ ആൻഡ് ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീം കടയാണ്. ബക്കിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മസ്റ്റ് ടു വിസിറ്റ് ഉള്ള പ്ലേസ് ആണ് ഇത്, ഐസ്ക്രീം, സിംസൺസ് ഐസ്ക്രീം. ഉള്ളിൽ പോയിട്ട് നമുക്ക് ഇവിടുത്തെ എന്താണ് ഫേമസ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീം ഫ്ലേവേഴ്സ്. ഇതിൻ്റെ ഒപ്പം സെർവ് ചെയ്യുന്ന ടോപ്പിങ്സ് ആണ് ഇതൊക്കെ. കൂടാതെ സിറപ്പ്, ഇവിടുത്തെ മെനു ചാർട്ടുകളാണ്. ഈ കടയിൽ ഐസ്ക്രീംസ് കൂടാതെ ക്യാൻഡീസ് അവൈലബിൾ ആണ്. ഉണ്ടല്ലോ ക്യാൻഡീസ്, കുട്ടികൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ക്യാൻഡീസ് ഉണ്ട്, വേഫേഴ്സ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്. അതുകൂടാതെ മാർഷ്മെല്ലോസ്, ജെല്ലീസ്, പിന്നെ മാർഷ്മെല്ലോസും ജെല്ലീസും നല്ലൊരു കോംബോ. ഇവിടെ നമുക്ക് എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ കിട്ടും. അതുകൂടാതെ നമുക്ക് ഫാമിലി പാക്ക് മേടിക്കണമെങ്കിൽ ഓരോ ഫ്ലേവേഴ്സിൻ്റെ ഫാമിലി പാക്സും. അതുകൂടാതെ നമുക്കിവിടെ ജെല്ലീസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ എന്താണ് കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു കപ്പും ചെയ്യാൻ പറ്റും. അതായത് കപ്പിൻ്റെ ഉള്ളിൽ, ഈ ഒരു ക്യാരിങ് കപ്പിൻ്റെ ഉള്ളിൽ ഈ ടോഫീസ് ഓരോരോന്നും നമുക്ക് വാരിയിട്ടിട്ട് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് ഇവിടെ പ്രൈസ്. ഇത് രണ്ടുമാണ്. ഇത് ലെമൺ മെറിങ് ആൻഡ് സ്കോട്ടിഷ് ടാബ്ലറ്റ്. ഇതാണ് ലെമൺ മെറിങ്. ഇതിനൊപ്പം ചെറിയൊരു കണ്ട ബിസ്ക്കറ്റ് മേലത്തൊരു ഇത് തരും. ഇതാണ് സ്കോട്ടിഷ് ടാബ്ലറ്റ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയും. അപ്പോൾ ഇതാണെന്ന് പറയുന്നത്, ഇതാണ് ലെമൺ മെറിങ്. ഈ ലെമൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. കിട്ടുവായിട്ട് അടിപൊളി ടേസ്റ്റാണ് ലെമൺ മെറിങ്ങിൻ്റെ. ഇതാണ് സ്കോട്ടിഷ് ടാബ്ലറ്റ് എന്നാണ് പേര്. ഇതൊരു മിൽക്ക് പേയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ഭയങ്കര രണ്ടും നമ്മൾ കാണുമ്പോൾ നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലും എക്സ്ട്രീംലി സോഫ്റ്റാണ്. അത് മെൽറ്റ് ചെയ്യുന്ന മൗത്ത് എന്ന് പറയില്ല, ഒരു ഫ്ലേവറിൻ്റെ ഒക്കെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവും. അതുമാതിരിയാണ്. വെറുതെ അല്ല ഇത് 1987 തൊട്ടൊരു ഹിറ്റായത്. ഇപ്പോഴും ഇതിൻ്റെ നിലനിൽക്കുന്നതും ഇപ്പോഴും ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഫേവറേറ്റുമായത് വെറുതെ അല്ല. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അതായത് ചെറിയ കുട്ടികൾ ഈ കടയിൽ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ഭയങ്കര റഷാണ്. ഇപ്പോൾ ഇതൊരു ഓഫീസ് അവേഴ്സാണ്, എന്നിട്ടും ഈ കടയിൽ കണ്ടില്ലേ ഭയങ്കര ഫുൾ റഷാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സിംസൺ ഐസ്ക്രീം പാർലറിലത്തെ വിശേഷങ്ങളും. ഇനി നമ്മൾ കഴിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക.